നമസ്കാരം. എയിം സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അധ്യാപക തസ്തികകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ ഇൻഫോർമേഷൻസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. എയിം സ്റ്റഡീസ് എൻ്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്കും കൂടെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് കൂടെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ ഈ തംബ്നെയിലിൽ കാണുന്ന പോലെ തന്നെ HSA നിയമനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ HSA നിയമന നില എങ്ങനെയാണ്, എവിടത്തേക്ക് എത്തി, എത്ര ആളുകൾക്ക് നിയമനങ്ങൾ ലഭിച്ചു എന്നുള്ളതെല്ലാം ഇപ്പോൾ HSA പരീക്ഷ കഴിഞ്ഞ് ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുന്ന ആളുകൾ എന്താണെങ്കിലും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൻ കൂടി അത് എനേബിൾ ചെയ്തിടാം. ഓക്കെ അല്ലേ. ഇനിയിപ്പോൾ HSA ഇന്റർവ്യൂവിനായിട്ട് തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അതായത് നമ്മുടെ HSAന്റെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ റാങ്ക് നമ്മൾ നിർണ്ണയിക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം വ്യക്തമായി അല്ലെങ്കിൽ എത്രത്തോളം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിക്കുന്നോ അതാണ് നമ്മുടെ റാങ്ക് തീരുമാനിക്കുന്നത്. സോ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം ഇന്റർവ്യൂവിനായിട്ട്. അതും ഒരു ഗൈഡൻസോട് കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ചോയ്സ്. നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ HSAയുടെ ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ബാച്ചുകൾ അവൈലബിൾ ആണ്. ഏറ്റവും ചെറിയൊരു ഫീസ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9446537086 നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താണ് അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ HSAയുടെ മുൻ ലിസ്റ്റിനേക്കാളും പകുതി നിയമനം മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിൽ നിന്നും നടന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. 6 വിഷയങ്ങളിൽ ഇതുവരെയായി വെറും 2876 നിയമന ശുപാർശകൾ മാത്രമാണ് പോയിട്ടുള്ളത്. ഓക്കെ, അതിൽ വിവിധ വിഷയങ്ങളിൽ ഹൈസ്കൂൾ ടീച്ചർ തസ്തികയിൽ റാങ്ക് ലിസ്റ്റുകൾ അവസാനിക്കാൻ ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് ഈ ജൂലൈ ടു ഡിസംബറിനുള്ളിൽ ഈ എല്ലാ റാങ്ക് ലിസ്റ്റുകളും അവസാനിക്കേണ്ട കാലഘട്ടമാണ്. പക്ഷേ ഇതുവരെയായിട്ട് ആകെ ഈ 6 വിഷയങ്ങളിലായിട്ട് 2876 നിയമന ശുപാർശകൾ മാത്രമാണ് പോയിട്ടുള്ളത്. അതായത് മുൻ ലിസ്റ്റിനേക്കാളും ശരിക്കും കണക്കാക്കുന്ന സമയത്ത് 5000-ലധികം ആളുകൾ മുൻ ലിസ്റ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അതായത് നിയമന ശുപാർശകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഈ 2800 എന്നുള്ളത് എന്താണ്, ശരിക്കും പകുതിയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 100 കണക്കിന് ഉദ്യോഗാർത്ഥികൾ നിയമനം പ്രതീക്ഷിക്കുന്ന ഈ റാങ്ക് ലിസ്റ്റുകളിൽ അടുത്ത ജൂൺ മുതൽ ഡിസംബർ വരെ വിവിധ തസ്തികകളിലായി റദ്ദാകുന്നതാണ്. അപ്പോൾ പ്രായപരിധി അവസാനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതം തന്നെയാണ്, അല്ലെ, നിരാശയായിട്ടുള്ളൊരു ഫലമാണ് ഇതിലേക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒഴിവുകളെല്ലാം തന്നെ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അതായത് ഓരോ വർഷം തോറും ഹൈസ്കൂളുകളിൽ അധ്യാപക തസ്തികയിലെ ഒഴിവുകൾ എന്ന് പറയുന്നത് വലിയ രീതിയിൽ കുറയുകയാണ് ചെയ്യുന്നത്. തസ്തിക നിർണയം നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുന്ന ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. 2025-26 അധ്യയന വർഷത്തെ തസ്തിക നിർണയത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ മൊത്തം 1857 അധിക തസ്തികകൾ നിർണയിച്ച സമയത്ത് അതിൽ 655 സർക്കാർ സ്കൂളുകളിലേക്ക് തന്നെയായിരുന്നു. പക്ഷേ 2025 ഒക്ടോബർ 1 മുതൽ തസ്തികകൾക്ക് പ്രാബല്യം അനുവദിച്ചിരുന്നെങ്കിലും അധ്യാപകരുടെ പുനർവിന്യാസ നടപടികൾ പൂർത്തിയായാലേ PSC എത്ര ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് വ്യക്തമാകുന്നുള്ളൂ. HSA റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമ്പോൾ മാത്രമാണ് ഇതിനുള്ളൊരു പ്രയോജനം അവർക്ക് ലഭിക്കുക. അതേപോലെ തന്നെ അന്തർജില്ലാ സ്ഥാനമാറ്റം, സ്ഥാനക്കയറ്റം, തസ്തിക മാറ്റം, അതേപോലെ ആശ്രിത നിയമനം, ഇതെല്ലാം ഒഴിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ള ഒഴിവുകളാണ് ആർക്ക് വരുന്നത്, PSC മുഖാന്തരമുള്ള റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ജില്ലകളുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട ആളുകളും അതിൻ്റെ കാലാവധിയും എല്ലാം നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക, ഇപ്പോൾ ചില ജില്ലകളിലൊക്കെ നോക്കൂ, എറണാകുളം ജില്ലയിൽ ഇംഗ്ലീഷൊക്കെ നില്ലാണ്. അതായത് ഒരാൾക്ക് പോലും നിയമന ശുപാർശ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ മലയാളത്തിന്റെ കാര്യത്തിൽ എറണാകുളം ജില്ലയിൽ 36 പേർക്ക്, ഹിന്ദി 31 ആളുകൾക്ക്, അതേപോലെ മാത്തമാറ്റിക്സ് 36 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം 1ാം റാങ്കുകാരന് പോലും എറണാകുളം ജില്ലയിൽ ജോലി ലഭിച്ചിട്ടില്ല. പക്ഷെ അത് മാത്രമല്ല, പത്തനംതിട്ടയിൽ 4 ആളുകൾക്ക്, അതേപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ 2ാം റാങ്കുകാരന് വരെ ജോലി ലഭിച്ചിട്ടുള്ളൂ. ഓക്കെ, ഈ 2026 അവസാനത്തെ അഡ്വൈസൊക്കെ പോയിരിക്കും അല്ലേ. കാലാവധി അവസാനിക്കാനിരിക്കുന്നത് 2026 ജൂണിലാണ്. അപ്പോൾ ഇനി വളരെ ദിവസങ്ങളോ അങ്ങനെ നമുക്ക് എടുത്ത് പറയാൻ കഴിയുള്ളൂ. ഓക്കെ, ഇനി അതേപോലെ പാലക്കാട് 33 നിയമനങ്ങളാണ് ഇംഗ്ലീഷിൽ ഇതുവരെയായിട്ട് നടന്നിട്ടുള്ളത്. മലപ്പുറം 71, കോഴിക്കോട് 12, വയനാട് 17. അതേപോലെ മലയാളം നോക്കുന്ന സമയത്ത് തിരുവനന്തപുരം 96, കൊല്ലം 40, അതേപോലെ 28, 21, 22 എന്നീ രീതിയിൽ നമുക്ക് ഈ പറയുന്ന നിയമനങ്ങൾ, അതേപോലെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കേണ്ട കാലഘട്ടവുമാണ് നമ്മൾ ഇതിൽ നൽകിയിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പോകുന്നത് നിയമന സാധ്യതകൾ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നല്ലൊരു റാങ്കിലേക്ക് എത്തിയാൽ മാത്രമാണ് നമുക്ക് എന്താണ് എത്രയും പെട്ടെന്ന് നിയമനങ്ങൾ ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇംഗ്ലീഷിന്റെ കാര്യം വളരെ സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷം തന്നെയാണ്. പക്ഷേ എറണാകുളം ജില്ലയിൽ HST ഇംഗ്ലീഷിലെ 1ാം റാങ്കുകാർക്ക് പോലും ജോലി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. 2023 ഓഗസ്റ്റ് 16 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ ഈ വർഷം ഓഗസ്റ്റ് 16 അവസാനിക്കും. മെയിൻ ലിസ്റ്റിൽ 10, സപ്ലിമെന്ററി ലിസ്റ്റിൽ 44, ഭിന്നശേഷി ലിസ്റ്റിൽ 2 എന്നിങ്ങനെ 56 പേരുടെ ഈ ഒരു ലിസ്റ്റിൽ ഒരാൾക്ക് പോലും ഇതുവരെയായി നിയമനങ്ങൾ ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന നടപടികൾ ശരിയാണോ എന്ന് നിങ്ങളും കൂടെ ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ളത് താഴെ കമന്റ് ആയിട്ട് കൂടെ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ. അതേപോലെ ഹിന്ദി ഏറ്റവും കൂടുതൽ ശുപാർശകൾ പോയിരിക്കുന്നത് ഇപ്പൊ ഹിന്ദിക്കാണ്. നിയമനത്തിൽ നാച്ചുറൽ സയൻസ് പിന്നോട്ടാണ് നിൽക്കുന്നത്. 6 വിഷയങ്ങളിൽ HST റാങ്ക് ലിസ്റ്റുകൾ ഏറ്റവും കുറഞ്ഞ നിയമനം നടന്നത് നാച്ചുറൽ സയൻസിലാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. കാലാവധി 3 വർഷമാകുമ്പോഴും 14 ജില്ലകളിലായി വെറും 273 ആളുകൾക്ക് മാത്രമാണ് ഇതുവരെയായി നിയമനം ലഭിച്ചിട്ടുള്ളത്. സോഷ്യൽ സയൻസിൽ 2 ജില്ലകളിൽ മാത്രമാണ് 50-ൽ കൂടുതൽ നിയമന ശുപാർശകൾ പോയിട്ടുള്ളത്. 409 പേർക്ക് ഇതുവരെയായി നിയമന ശുപാർശകൾ ലഭിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലാണ്. ഏറ്റവും കുറവ് ശുപാർശകൾ പോയിരിക്കുന്നത് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മാത്രമാണ് 50-ലധികം നിയമനങ്ങൾ നൽകിയിട്ടുള്ളത്. മലയാളത്തിൽ മെച്ചം എന്ന് പറയാമെങ്കിലും പക്ഷെ അത്ര മുന്നോട്ട് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ജൂൺ 22 മുതൽ നവംബർ 14 വരെ വിവിധ തീയതികളിലായിട്ട് ഈ മലയാളത്തിന്റെ റാങ്ക് ലിസ്റ്റും 14 ജില്ലകളിലെയും റദ്ദാവുകയാണ്. അപ്പോൾ ഈ 14 ജില്ലയിലായിട്ട് ഇതുവരെയായി വെറും 600 നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിൽ വന്നിട്ട് തിരുവനന്തപുരം ജില്ലയിൽ 96, പത്തനംതിട്ടയിൽ 15. ഇതാണ് ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നത്. അത് ഏറ്റവും കൂടുതൽ 96 ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിൽ 96 നിയമനങ്ങളാണ്. ഏറ്റവും കുറവ് പത്തനംതിട്ടയിലുമാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ മാത്തമാറ്റിക്സും എന്താണ് വലിയൊരു മെച്ചത്തോടു കൂടെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതല്ല. കാരണം 617 പേരുടെ ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും കുറവ് അല്ലെങ്കിൽ ഏറ്റവും മലപ്പുറത്ത് 129ഉം പത്തനംതിട്ടയിൽ വെറും 11 നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ നമ്മൾ നോക്കുന്ന സമയത്ത് നിയമന സാധ്യതകൾ എന്ന് പറയുന്നത് എന്താണ്, നല്ലൊരു ഉയർന്ന റാങ്കിലേക്ക് എത്തുന്നവർക്ക് മാത്രം ഒതുങ്ങി കൂടുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ അധ്യാപക തസ്തികകൾ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ടീച്ചിങ് ഒരു പാഷനായി കൊണ്ട് തയ്യാറെടുക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും നമ്മുടെ ചുറ്റും, അല്ലെ? അപ്പൊ അവരിലേക്ക് ഇതൊരു എന്താണ് നെഗറ്റീവ് ആയിട്ടല്ല, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിനായുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് മുൻപുള്ള ഏറ്റവും വലിയ അവസരം. ഓക്കെ. അപ്പം നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഏറ്റവും വലിയ അവസരമായ LP UP നമ്മൾ കാണാതെ പോകരുത്. നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ വരാനിരിക്കുന്ന LP UPക്ക് വേണ്ടിയുള്ള പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ ഇനിയുള്ള സമയം കൃത്യമായി വിനിയോഗിക്കുകയും സിലബസ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യണം. അതിനുശേഷം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമുള്ള സമയം എന്തിനു വേണ്ടി ഉപയോഗിക്കാം, റിവിഷന് വേണ്ടി മാത്രം പ്രയോജനപ്പെടുത്തണം. ഓക്കെ. അപ്പോൾ പഠനത്തോടൊപ്പം റിവിഷനും കൂടെ ഇപ്പം നമ്മളൊന്ന് കവറപ്പ് ചെയ്തെടുത്ത് അതിനുശേഷം റിവിഷൻ വീണ്ടും സെൽഫായി റിവൈസ് ചെയ്യുന്ന സമയത്ത് മോഡൽ എക്സാമുകളും പ്രീവിയസ് വർക്കൗട്ടുകളും റിലേറ്റഡ് ഫാക്ട്സും മാത്രം നമുക്ക് എന്താണ് നോട്ടിഫിക്കേഷന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായും ഉയർന്ന റാങ്ക്, അതായത് ഒരു സിംഗിൾ ഡിജിറ്റ് റാങ്കിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയോടൊപ്പം തയ്യാറെടുക്കാൻ നിങ്ങൾ റെഡിയാണ് എന്നുണ്ടെങ്കിൽ എയിം സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പ്രീമിയം ലോങ് ടേം ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. ഏറ്റവും ചെറിയ ഫീസാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537087 നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. മറക്കണ്ട, നമ്മുടെ സ്വപ്നമാണ് ടീച്ചിങ്. അത് നമ്മൾ നേടുക തന്നെ ചെയ്യും. അതിനുവേണ്ടി എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ അത്രയും ഉയർന്ന റാങ്കിലേക്ക് നിങ്ങൾ എത്തിപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ മറക്കണ്ട, പഠനം ആരംഭിക്കുക. എയിം സ്റ്റഡി സെന്റർ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.